السلام عليكم. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. المتجانسان രണ്ട് ഹർഫുകൾ ഒരേ മഖ്റജിൽ നിന്നും ഉച്ചരിക്കപ്പെടുന്ന വ്യത്യസ്തങ്ങളായ രണ്ടക്ഷരങ്ങൾ. ഇവയെ ഇദ്ഗാം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചിലതൊക്കെ നാം മനസ്സിലാക്കി. അസ്ലിൽ മുത്തജാനിസാനിയെ ഇൽഹാർ ചെയ്യണം എന്നതാണ് ഹുക്മ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി 6 സന്ദർഭങ്ങളിൽ പൂർണ്ണമായ ഇദ്ഗാം ചെയ്യേണ്ടതുണ്ട്, നാം മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഇനി വീണ്ടും വമസ്അലത്തുൻ വാഹിദ മുത്തഫഖുൻ അല ഇദ്ഗാമിഹ ഇദ്ഗാമൻ നാഖിസ, നാഖിസായ ഇദ്ഗാം ചെയ്യേണ്ട, അപൂർണമായ ഇദ്ഗാം ചെയ്യേണ്ടതായ ഒരു സന്ദർഭമാണ് അത്താഉല്ലതി ബഅദഹ താഉൻ, താഉം ശേഷം താഉം വരിക. താഇനെ തായിലേക്ക് ഇദ്ഗാം ചെയ്യാം. താ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും തായിനേക്കാളും കഠിനമായ ഖവിയായ ഹർഫാണ്. ഇസ്തിഅലാഇൻ്റെ, ഇത്ബാഖിൻ്റെ, തഫ്ഖീമിൻ്റെ, ഖൽഖലത്തിൻ്റെ ഇങ്ങനെ പ്രത്യേകതകളെല്ലാമുള്ള അക്ഷരമാണ് താ. അതിനെ തായിലേക്ക് ഇദ്ഗാം ചെയ്യുക. സൂറത്തുൻ നംൽ 22-ാമത്തെ ആയത്തിൽ അഹത്തു എന്ന് പറയുന്നത് പോലെ അവിടെ ഇദ്ഗാം നാഖിസാണ്, പൂർണ്ണമായ ഇദ്ഗാം പറ്റുകയില്ല, തായിന് ഷദ് കൊടുക്കാൻ പറ്റുകയില്ല. അഹത്തു ബിമാ ലം തുഹിത് ബിഹി, സൂറത്തുൽ നംൽ 22-ാമത്തെ വചനത്തിൽ. അപ്രകാരം സൂറത്തുൽ മാഇദ ലഇൻ ബസത്ത എന്ന് കാണാം. ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി, 28-ാമത്തെ വചനത്തിൽ ബസത്ത താഇനെ തായിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. സൂറത്തു സുമറിൽ ഫറത്തു. ഇപ്രകാരം താഇനെ തായിലേക്ക് ഇദ്ഗാം ചെയ്യുമ്പോൾ കാമിലായ ഇദ്ഗാം പാടില്ല, നാഖിസായ അപൂർണമായ ഭാഗികമായ ഇദ്ഗാം മാത്രമാണ്. താഇന് ഷദ് വരാത്ത വിധത്തിൽ അഹത്തു, ബസത്ത, ഫറത്തു എന്നിങ്ങനെ ഉച്ചരിക്കേണ്ടതാണ്. പിന്നീടുള്ളത് നാം മനസ്സിലാക്കിയിട്ടുള്ള സാക്കിനായ മീമിനെ ബാഇൻ്റെ തൊട്ട് മുമ്പിൽ വരുമ്പോൾ ഇഖ്ഫാ ചെയ്ത് അവ്യക്തമാക്കി മണിക്കണം എന്നതാണ്. അതും മുത്തജാനിസാനി തന്നെയാണ്. തർമീഹിം ബിഹിജാറ, കാരണം മീമും ബാവും ഒരേ മഖ്റജിൽ നിന്നുള്ള വ്യത്യസ്തമായ രണ്ടക്ഷരങ്ങളാണ്. അവിടെ അവ്യക്തമാക്കി മണിക്കുക. ചിലർ അത് ഇൽഹാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം പണ്ഡിതന്മാരും ഇഖ്ഫാ ചെയ്യുക, അവ്യക്തമാക്കി മണിക്കണമെന്ന ഹുക്മാണ് പറഞ്ഞിട്ടുള്ളത്. തർമീഹിം ബിഹിജാറ. ഇങ്ങനെ അനുബന്ധമായ 2 കാര്യങ്ങൾ കൂടിയാണ് അൽ മുത്തജാനിസാനി എന്ന വിഭാഗത്തിൽ ശേഷിക്കുന്നത്. മുത്തജാനിസാനിയായ ഒരേ മഖ്റജിൽ നിന്നും ഉച്ചരിക്കുന്ന വ്യത്യസ്തങ്ങളായ 2 അക്ഷരങ്ങൾ, ആദ്യത്തേതിന് സുക്കൂനും രണ്ടാമത്തേതിന് ഹറക്കത്തും വരുമ്പോൾ ഇദ്ഗാം സഗീർ നൽകേണ്ടത്, അതുപോലെ ഈ തായിലേക്ക് ഇദ്ഗാം ചെയ്യുമ്പോഴുള്ള അവസ്ഥ സാക്കിന മീം ബാഇൻ്റെ മുമ്പിൽ വരുമ്പോൾ ഉള്ളത്, ഇത്രയും കാര്യങ്ങളൊക്കെ നാം ഓർക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. തെറ്റുകൂടാതെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.